കാൽവിൻ പെർഫ്യൂംസിൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ വരെ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ആദ്യമേ തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഏതാണ്ട് ഒരു 3000 സബ്സ്ക്രൈബേഴ്സിനടുത്ത് ആയിക്കഴിഞ്ഞു. വളരെയധികം നന്ദിയുണ്ട്. നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചിരുന്നത് കൂടുതലും പെർഫ്യൂംസിൻ്റെ അനുബന്ധ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ടോപ്പിക് ഒരു ചെറിയൊരു മാറ്റം, പെർഫ്യൂം ബേസ്ഡ് തന്നെ എങ്കിലും നമ്മുടെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ലാതെ ഇന്ന് വീടിന് എങ്ങനെ സുഗന്ധം നൽകാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നാച്ചുറലി വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് അവരുടെ സ്പ്രേ ഉണ്ടല്ലോ, ഗോദ്രേജിൻ്റെയൊക്കെ ഒരു സ്പ്രേ, റൂം റിഫ്രഷർ, അതാണ് നമ്മൾ നോർമലി അടിക്കുന്നത്. അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേ ആ മണം അങ്ങ് പോകും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. അത് പരിഹരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ഗോദ്രേജ് വേറൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ ടൈമർ വെച്ചുകൊണ്ടുള്ള സ്പ്രേ, ഈ റൂം സ്പ്രേ തന്നെ ടൈമർ വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്പിൻഡിൽ പോലെ വെച്ചിട്ട് 10 മിനിറ്റോ അരമണിക്കൂറോ ഇടവിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് അടിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കും. അതൊരു പരിഹാര മാർഗമാണ്. പക്ഷെ എന്നാലും അതിനൊരു അത്ര പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് നമ്മളെ പുകയ്ക്കുന്ന ഊത് ബേസ്ഡ് സാധനങ്ങളുണ്ടല്ലോ, ചാർക്കോള് പോലത്തെ ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഊതിൻ്റെ തരികൾ, നമുക്ക് പെർഫ്യൂം ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഊതിൻ്റെ തരികൾ. മരം ഉണ്ടല്ലോ, ഊതിൻ്റെ മരത്തിൽ പല ഫ്ലേവേഴ്സ് മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന പല മണങ്ങൾ നമുക്ക് കിട്ടും. പെർഫ്യൂം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ തരികൾ ഈ ചാർക്കോൾ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചെറിയ ഫ്യൂംസ് പോലെ വരും. അപ്പോൾ അത് മുറിയിൽ ഇങ്ങനെ നിന്നോളും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഈ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മണം എപ്പോഴും മുറിയിൽ ഉണ്ടായിക്കോളും. അത് തന്നെ കുറച്ചും കൂടി ഈ ചാർക്കോളും തീയൊക്കെ വെച്ചിട്ട് കത്തിക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം അതും മാറി ഇലക്ട്രിക്കൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ സ്വിച്ചിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്നൊരു കോയില് അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ സെയിം വുഡിൻ്റെ പൊടിയോ വുഡായിട്ടോ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് മണം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. അതൊരു നല്ലൊരു സൊല്യൂഷനാണ്. പക്ഷെ അതിനും ഒരു ചെറിയൊരു പ്രോബ്ലം ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ പുക ഇങ്ങനെ മുറിയിൽ നിൽക്കുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. എങ്കിലും അതിൻ്റെ പുക ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സഫോക്കേഷനൊക്കെ ചിലർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിനും പരിഹാരമായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് ഡിഫ്യൂസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാലും കിട്ടും. ഡിഫ്യൂസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു ചെറിയൊരു ബോൾ പോലത്തെ ഒരു ഐറ്റം. അതും ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിൽ ഒഴിക്കാനുള്ള ലിക്വിഡ്, പെർഫ്യൂം ലിക്വിഡും അതിൽ തന്നെ മേടിക്കുന്നോടത്ത് തന്നെ ഇത് കിട്ടും, ആമസോണിൽ തന്നെ കിട്ടും. അത് നിസ്സാര വിലയുള്ളൂ. അതിന് ഒരു 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള ഇത് കിട്ടും, ഓയിൽ കിട്ടും. ആ ഓയിൽ ആ ഡിഫ്യൂസറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും. ഈ പുക മറ്റേ പെർഫ്യൂമിൻ്റെ മൂത് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലത്തെ പുകയല്ല. നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു പുകയല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഫുൾ ടൈം ഈ സ്മെല്ലുണ്ടാവും. മറ്റതുപോലെ ഇടയ്ക്ക് ഔട്ടായി പോകില്ല. കാരണം നമ്മൾ വീടിൻ്റെ ഡൈനിങ് ഹാൾ എടുത്താലും ലിവിങ് റൂമൊക്കെ എടുത്താലും സ്പേസ് കൂടുതലായിരിക്കും, ഓപ്പൺ ഏരിയ ആയിരിക്കും. ഫാനൊക്കെ ഇടുമ്പോഴത്തേക്കും മണം പോവും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് സുഖമായിട്ട് ആ മണം എത്ര നേരം വേണമെങ്കിലും, ഗസ്റ്റൊക്കെ വരുന്നൊരു സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇത് കുറച്ച് നേരം നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിലും ആ മണം അങ്ങനെ നിന്നോളും. ബെഡ്റൂമിൽ പിന്നെ അടച്ചിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഏത് സൊല്യൂഷൻ, ഇവൻ പെർഫ്യൂമിൻ്റെ സ്പ്രേ അടിച്ചാലും നിന്നോളും. ഇതൊരു ലിവിങ് റൂമിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റമാണ് ഈ ഡിഫ്യൂസർ എന്ന് പറയുന്ന ഒരു ഐറ്റം. ഇന്ന് അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല കേട്ടോ. ഇത് കൂടുതലും നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. വാങ്ങിക്കുക, നമ്മുടെ വീടും സുഗന്ധപൂരിതമാവട്ടെ. നമ്മുടെ ശരീരത്തിലടിച്ച് പുറത്ത് നമ്മൾ സുഗന്ധമായിട്ട് പോകുന്നതിന് കൂടെ തന്നെ നമ്മുടെ വീട്ടിലും അതിഥികളൊക്കെ വരുന്ന സമയത്ത് അവർക്കും നല്ലൊരു സുഗന്ധം കിട്ടട്ടെ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.